അപ്പോൾ നമ്മൾ ഇന്ന് വയനാട് എന്നൂരിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു ഷമീർ വ്ളോഗ്സ്. അപ്പോൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനുള്ളത് നമ്മുടെ വയനാട്ടിലുള്ള എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമത്തിലാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് എന്നൂരിൻ്റെ ഒരു പാർക്കിങ്ങിലാണ്. നമ്മൾ ഇനിയിപ്പോൾ എന്നൂർ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ജീപ്പിന് പോകണം. അപ്പോൾ നമ്മൾ വണ്ടി ആ കാണുന്ന സ്ഥലത്ത് ഒരു 50 രൂപ കൊടുത്തിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 80 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് 80 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേര്. അപ്പോൾ നേരെ QR കോഡ് ഉണ്ട് ഇവിടെ. ഒരാൾക്ക് 80 രൂപ, ചെറിയ കുട്ടിക്ക് ടിക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് എടുത്തു, നേരെ ജീപ്പ് പോവാം. ജീപ്പ് ഫുള്ളാകുന്നതനുസരിച്ചിട്ടാണ് ജീപ്പ് പോകുന്നത്. നല്ല വെയിറ്റിംഗ് ഉണ്ട്, ആളുകൾ കുറേ പേരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തിന് പോവാണേ. ലേക്കിൽ പോകല്ല, അല്ല സോറി, എവിടെയാണ്? എന്നൂരല്ലേ? എന്നൂർ അല്ലേ? നമ്മൾ എന്നൂർ പോവാണ് ജീപ്പിൽ. കയറിക്കോ. സയ്യു കാൽ അപ്ഡേറ്റഡ്. അപ്പോൾ ഇതാണ് എന്നൂര് പൈതൃക ഗ്രാമം. ഓക്കെ, ഗോത്ര പൈതൃക ഗ്രാമമാണ് ഇത് എന്നൂര്. ഇവിടെ നമുക്ക് കാണാം എൻട്രി, പ്രവേശനം, ആർട്ട് ഏരിയ ഉണ്ട്, ഓഫീസ്, ശുചിമുറി, ട്രൈബൽ കഫ്റ്റീരിയ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉണ്ട്. ഒരു ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആ പഴയ ആ ഒരു മരത്തിൻ്റെ ആ സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. 30 രൂപ എനിക്ക് തോന്നുന്നത് ജീപ്പിൻ്റെ ചാർജാണ് ഒരാൾക്ക്. അപ്പോൾ പെർ ഹെഡ് 80 രൂപക്കാണ് ഇവിടെ വരെ എത്തുക. 2 കിലോമീറ്റർ നമുക്ക് ഇതിനകത്ത് കൂടെ വരാനുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫീസില്ല. അതായത് 11-12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് വേണം. ചെറിയ കുട്ടികൾക്ക് ഇത് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ 80 രൂപക്ക് നമുക്ക് ഇതിനകത്ത് വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമുക്ക് ഏതെങ്കിലും ജീപ്പിൽ താഴ്ത്തി പോവാം. കയറ്റം കയറിയിട്ട് കഥയ്ക്കണേ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിത് പഴയ കൽപ്പടവുകൾ കയറി എന്നൂരിതാ. ഇവിടെ കാണുമ്പോൾ മനോഹരമായിട്ടുള്ള വയനാടിൻ്റെ പ്രകൃതി ഭംഗി എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരെ മനോഹരമായിട്ടുള്ള കൽപ്പടവുകൾ താണ്ടി നമ്മൾ നേരെ മേളിലേക്ക് പോവാണ്. എന്നൂരിൻ്റെ മനോഹരമായിട്ടുള്ള പൈതൃക ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല വെയിലുണ്ട്, എന്നാലും ചെറിയ തണുത്ത കാറ്റുകളൊക്കെ വീശുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റും ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഈ മതിൽക്കെട്ട് കാണാനും അതുപോലെ തന്നെ ഈ കല്ലിൻ്റെ ചെങ്കലിൻ്റെ നടപ്പാതയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചുറ്റും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള വ്യൂവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓരോന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും. നേരെ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ശില്പം, അതുപോലെ തന്നെ ഒരു ഫലകമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതായത് എന്നാണ് ഇത് സ്ഥാപിച്ചത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദിവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രരചനകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ വലിയൊരു ഹോള് പോലത്തെ ഒരു ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വരാനും അവരെ മുകളിലേക്ക് കൊണ്ടുപോയി കാണിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയാണ്, ഇലക്ട്രിക്കലിൻ്റെ ആണ്. പിന്നെ നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിയെ ആദിവാസി ഊരുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് വരാൻ നേരത്തെ ഇവിടെ മുളയരി പായസം കിട്ടും. മുളയരി പായസം മാത്രമല്ല, ഇവിടെ വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുപ്പിയിൽ മുളകുണ്ട് കേട്ടോ, ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. സർബത്തുണ്ട്, കരിക്ക് ഇവിടെ കിട്ടും. എത്രയായിട്ട് കരിക്കിന്? 50. ഗൂഗിൾ പേയിലും ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നേരെ മേളിൽ കയറിയിട്ട് ഒരുപാട് ക്ഷീണിച്ചു. നല്ല വെയിലുണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. അപ്പോൾ നമുക്കൊരു തണുത്ത ഇളനീരും കഴിക്കാൻ വേണ്ടി കയറിയതാണ് ഇവിടെ, കണ്ടില്ലേ? അപ്പോൾ ഇളനീര് ഇവിടെ ഇളനീര് 50 രൂപയാണ്. ഇളനീര് മാത്രമല്ല കേട്ടോ, ഇവിടെ ഉപ്പിലിട്ടതുണ്ട്, അതുപോലെ തന്നെ നേരത്തെ കണ്ട പായസം, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കിട്ടും. താഴേന്ന് കയറി വരുമ്പോൾ തന്നെ നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ആദ്യമേ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട
ഡ്രിങ്ക്സ് കാര്യങ്ങൾ, കരിക്ക്, അതുപോലെ തന്നെ മുളയരി പായസം, ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം, അങ്ങനെ അത്യാവശ്യം നമുക്ക് ദാഹമൊക്കെ അകറ്റാൻ ക്ഷീണമൊക്കെ മാറ്റാനായിട്ടുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ആദ്യമേ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആളുകൾക്കൊക്കെ അതൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ സാറ്റർഡേ ആയതുകൊണ്ടൊക്കെ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ ഒരു ഗ്രാമം വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ദൂരെ കാണാം കേട്ടോ, അതാണ് ആദിവാസികളുടെ ഊര് എന്ന് പറയുന്ന സംഭവം. ഞങ്ങളിങ്ങനെ ഊര് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി. ശരിക്കും മേളിൽ കൂടെയാണ് പോകേണ്ടത്. ഞങ്ങൾ താഴെ നിന്നുള്ളൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതിലെ ഒന്ന് കാണാമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആദിവാസി ഊരിൻ്റെ ലോങ്ങിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളും ഒക്കെ പകർത്താൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി. ചെന്ന് നോക്കുമ്പോൾ നല്ല രസമുള്ള ഒരു വ്യൂ തന്നെ കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങൾ മേളിലേക്ക് കയറിയിട്ട് ഈ കെട്ടിടങ്ങളൊക്കെ താണ്ടി കണ്ടില്ല, മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയാണ് അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഓരോരോ സംഭവങ്ങളൊക്കെ അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം താണ്ടിയിട്ട് ഞങ്ങൾ ആദിവാസി ഊരിലേക്ക് പതിയെ ചെറിയ നട വഴികളിലൂടെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. കുറിച്യരുടെ ഗോത്ര തനത് അമ്പെയ്ത്തിന് 30 രൂപ സമ്മാനം നേടും. അപ്പോൾ ഇവിടെ അമ്പെയ്ത്തുണ്ട്. അമ്പെയ്ത്തിൽ 30 രൂപ സമ്മാനം ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക്. അവിടെ അമ്പ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അമ്പും വില്ലും ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നേരെ ഇവരുടെ വീട്, ആദിവാസിയുടെ വീടുകളിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലുള്ള ആ ഒരു കുറേ ഹട്ടും വീടുകളൊക്കെ ഉള്ള ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് ഈ ഇവരുടെ വീടിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കാം കേട്ടോ. ഇതാണൊരു വീട്. വിശാലമായിട്ടുള്ളൊരു മുറ്റം, ഇറയുണ്ടാവും. ഇറയം അതിനകത്തെന്താണ്? ഇപ്പം ഇവിടെ വരാൻ നേരത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇവര് തുടി കൊട്ടുക, ഡാൻസ്, അവരുടെ തനത് കലാരൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. എത്ര മണി വരെ ഉണ്ടാവും ഈ ഒരു ഇവിടെ വിസിറ്റേഴ്സിന്? 5 മണി വരെ. രാവിലെ 9 മണി തുടങ്ങിയാൽ 5 മണി വരെ. 5 മണി വരെ ഉണ്ടാവും. എന്താ പേരെന്താണ്? എന്റെ പേര് വേരൻ. വേരൻ. ശരിക്കും നിങ്ങളുടെ ഇത് തന്നെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണോ പണ്ടൊക്കെ? ഇവിടെ പണ്ട് താമസിച്ചിട്ടുണ്ട്. വേറെ ഭൂമി നമ്മളിങ്ങോട്ട് കയറി വരുന്നില്ല. താഴെ കാണുന്ന കോളനി ഇവിടെ നിങ്ങൾ കുടി ഒഴിപ്പിച്ചു വിടുന്നത്. സർക്കാർ ഇവിടുന്ന് നിങ്ങളെ താഴത്തേക്ക് താമസം മാറ്റിച്ചു. പണ്ട് നിങ്ങൾ ഇവിടേക്ക് നിങ്ങൾ കാരണന്മാരൊക്കെ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ നമുക്കിങ്ങനെ ഓരോരോ ഗ്രാമങ്ങൾ കയറാം. ഇതിനകത്ത് കയറി നോക്കട്ടെ, ഇവിടെ എന്താ സംഭവം നോക്കട്ടെ. ഇപ്പോൾ പനമ്പ് വെച്ചിട്ട് മേഞ്ഞിട്ടുള്ള ഒരു മേൽക്കൂരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ വിസിറ്റേഴ്സിന് വരുമ്പോൾ ഇരിക്കാനായിട്ടുള്ള മനോഹരമായിട്ട് നല്ല കർവിൽ ടൈപ്പിലുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റ് കയറാൻ പറ്റുന്ന രീതിയിൽ, ഡയറക്റ്റ് കാറ്റല്ല, ആ കാറ്റ് അവിടെ നിന്ന് അരിച്ചിങ്ങനെ വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിളിവാതിൽ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ചെറിയൊരു പ്ലേസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു റൂമാണിത്, ഉണ്ടല്ലേ. ഇത് വലിയ റൂമാണല്ലോ, വലിയൊരു ഹോള് പോലത്തെ. ഒറ്റ സിംഗിൾ ഇതാണ് കേട്ടോ, പാർട്ടീഷൻ കാണുന്നില്ല. സിംഗിൾ റൂമാണ് ഇതിനകത്ത് ഈ വീടിനകത്ത് കയറിയപ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇനി ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത വീട്ടിലേക്ക് പോയി നോക്കാം. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ ഏകദേശം എല്ലാം ഒരേപോലുള്ള വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായിട്ടുള്ള ഒരു എറയം പോലുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ റൂം എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ഇല്ലാത്ത റൂമാട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു നിർമ്മിതി നമുക്ക് കാണുമ്പോൾ ഒരു ആധുനിക രീതിയിലുള്ളത്, അല്ലെങ്കിൽ നമുക്കറിയാം ഈ രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ അവരുടെ യഥാർത്ഥത്തിലുള്ള വീടുകളോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോ ഉണ്ടാവുക. നമുക്ക് വേണ്ടിയിട്ട്, സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ മനോഹരമായ രീതിയിലൊക്കെ ഇവിടെ പനമ്പ് വെച്ചിട്ടും അതുപോലെ തന്നെ കിളിവാതിലൊക്കെ ആയിട്ടൊക്കെ രീതിയിലുള്ള ആദിവാസി ഊരുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ വഴികൾ തന്നെ, നടപ്പാതകൾ തന്നെ മനോഹരമാക്കി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇതുപോലുള്ള നടവഴികളോ നടപ്പാതകളോ ഏതെങ്കിലും ഊരിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയമാണ്. ഇതുപോലുള്ള ഈ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ല. സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നതാണെന്നാണ്. വയനാട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് എന്നൂർ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരുടെ ചരിത്രവും പൈതൃകവും ഒക്കെ കാണാൻ സാധിക്കും. ഇവരുടെ വീടുകൾ, ഇവരുടെ കൾച്ചർ എങ്ങനെയായിരുന്നു. അപ്പോൾ നേരത്തെ മറ്റേ ആൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുറേ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. പിന്നീട് സർക്കാർ ഈ ഭൂമിയൊക്കെ ഏറ്റെടുക്കുകയും നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് അവരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് അവസരങ്ങൾ ഇവിടെ ഗവൺമെൻറ് തന്നെ ഒരുക്കിയിരിക്കുക കേട്ടോ. അവരുടെ നാട്ടിൽ നിന്നും അവരെ ഓടിച്ചിട്ട് നമ്മൾ അവരുടെ പൈതൃകം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എന്തായാലും കഷ്ടം അല്ലേ, എന്താ ചെയ്യല്ലേ. അപ്പോൾ ഒരു നാട്ടിൽ നിന്ന് കുറേ ആളുകളെ ഒഴിപ്പിച്ചിട്ട് അവിടെ സർക്കാർ കെട്ടിപ്പൊക്കിയ അവരുടെ ഒരു പൈതൃക ഗ്രാമമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തുടി ഉണ്ടാക്കണം. നമ്മൾ നേളിൽ കണ്ടൊരു കൊട്ടില്ലേ, ആ തുടി ഉണ്ടാക്കുന്ന ഇതാണ്. നിങ്ങളുടെ കുലത്തൊഴിലാണത്? നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട? പണിയൻ. ഓക്കെ, ആ വിഭാഗത്തിൽപ്പെട്ട. അപ്പം നിങ്ങളുടെ ഇതാണ് ഇത് മെയിനായിട്ടല്ലേ, തൊടി. ഓക്കെ, അത് അവിടെ ഒന്ന് പണി തീർന്നതിൻ്റെ സാധനം കാണിച്ചു തരാം. ഏകദേശം പണി തീരാറായിട്ടുണ്ട് ഈ ഒരു ഐറ്റം. അപ്പോൾ ഏകദേശം ഇതേ മോഡൽ തന്നെയാണ് വീടുകളൊക്കെ ഇട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, നേരെ നമുക്ക് ആ വീടും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേഗം വരാം. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇത് കണ്ടില്ലേ, കീട്ടില്ലാൻ എന്താ വഴികളിലൂടെയൊക്കെ അങ്ങനെ പല സ്ഥലത്തു കൂടെ കയറി ഇറങ്ങാട്ടോ. എന്താ ഈ ഒരു വീടിനകത്ത് മുള കൊണ്ടുള്ള വാതിലുണ്ടാക്കിയിരിക്കുന്ന വീടാണ് ഇതും. ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഒരു ഒറ്റ ഹോളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മേളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, പനമ്പ് വെച്ചിട്ടാണ് മേഞ്ഞിരിക്കുന്നത്. കിളിവാതിലുണ്ട്, നല്ല മുളയുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഡോറുണ്ട്. പുറത്തുള്ള വ്യൂ ഒക്കെ പറ എന്താണ്? ഈ വീട് ഇപ്പൊ സർക്കാർ ഇങ്ങനെ ഇതുപോലെ പണിതെടുത്താണ്. പഴയതുപോലെ അല്ലായിരുന്നു, ഏകദേശം ഇതേ മോഡലൊക്കെ തന്നെ ആയിരുന്നു സാർ. ഇതൊക്കെ ഇങ്ങനെ തിണ്ണകള്, മേൽക്കൂര, ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ. ഇതിപ്പോ ഇവിടുത്തെ പുല്ലില്ലേ, പുല്ലൊക്കെ വെച്ചിട്ടാണ് ഈ സാധാരണ ഇതൊക്കെ മേയുക. പിന്നെ ഇത്രയും ബ്യൂട്ടി ഉണ്ടാവില്ല അവരുടെ ഇതിൽ. എന്തായാലും മെഴുകുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതൊക്കെ മണ്ണ് വെച്ചിട്ട് മെഴുകിയിരിക്കുന്നത്. ഇതൊക്കെ മണ്ണ് വെച്ചിട്ടാണ് മെഴുകിയിരിക്കുക. അതാണ് അകത്ത് കയറുമ്പോൾ നല്ല തണുപ്പ്. മണ്ണ് വെച്ചിട്ട് മെഴുകിയിരിക്കുന്ന അവന് വരാന്ത അല്ലേ, കിളിവാതില്. ഇതൊക്കെ പണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയ അതേ കിളിവാതിൽ കേട്ടോ. ഈ ജനല ഇങ്ങനത്തെ ഈ ഒരു വളഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോയി നോക്കാം വീടിന് ചുറ്റും. അപ്പോൾ എന്നൂരിലെ മനോഹരമായിട്ടുള്ള, വയനാട്ടിലെ എന്നൂരിലെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വയനാട്ടിലെ കൂടുതൽ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വയനാട്ടിൽ നിന്നും ഞങ്ങൾ ഷമീർ ആൻഡ് നസിയ. അത് ഒന്നുകൂടെ പറ. സബ്സ്ക്രൈബ് ചാനൽ. ഓക്കെ, സബ്സ്ക്രൈബ് ലൈക്ക്